ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ക്ഷേത്രവും സംയുക്തമായി നടത്തുന്ന സമൂഹ വിവാഹം ഈ മാസം 25-ന് തിരുവനന്തപുരത്ത് നടക്കും. കോവളം വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ 216 ആദിവാസി ഗോത്രത്തിൽപ്പെട്ട യുവതി-യുവാക്കൾ വർണ്ണമാല്യമണിയും. 1500-ലധികം അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 216 പേരാണ് വിവാഹിതരാകുന്നത്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തൃശൂർ മരത്താക്കരയിലെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടന വേളയിൽ 100 ബ്രാഞ്ചുകൾ പൂർത്തിയാകുന്ന ദിവസം 100 ആദിവാസി യുവതികളുടെ വിവാഹം നടത്തുമെന്ന് കമ്പനി CMD ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് ഉറപ്പു നൽകിയിരുന്നു. ചുരുങ്ങിയ നാളിൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് ഡോക്ടർ വിപിൻ ദാസ് പറഞ്ഞു. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാമത്തെ ബ്രാഞ്ച് 23-ന് തിരുവനന്തപുരം കേശവദാസപുരത്ത് രാവിലെ 11:30-ന് ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാനും പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റിയുമായ MS ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് അറിയിച്ചു. ഈ വരുന്ന 25-ാം തീയതി ഏറ്റവും വലിയ ചരിത്രത്തിലെ ആദ്യമായി നടക്കുന്ന ഈ ആദിവാസി ഗോത്ര സമുദായത്തിൽ നിന്നും 100 ജോഡിയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷെ അത് 107 ജോഡി, ഏകദേശം 216ഓളം ആദിവാസി യുവതികളുടെ വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. 24-ന് ക്ഷേത്രത്തിൽ ആദിവാസി ഗോത്ര സമുദായത്തിലെ വിവിധ ചടങ്ങുകളും വിവാഹ ദിവസം വധൂവരന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യവും 1 ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനവും നടക്കും. ദീർഘസുമംഗലി സൗഖ്യത്തിനായി മഹാത്രിപുരസുന്ദരി ഹോമം മുഖ്യാചാര്യൻ P. ഭാഗ്യരാജ് ശിവാചാര്യരുടെ സാന്നിധ്യത്തിൽ നടത്തും. പങ്കെടുക്കുന്ന ജോഡികൾക്ക് താലി, മാല, മോതിരം, പലവ്യഞ്ജന കിറ്റ്, വിവാഹവസ്ത്രം, താമസം, യാത്രാസൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.